ഹലോ ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 1 to 10 ദിറംസിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഒരു ഷോപ്പ് എന്നല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ലോകം എന്ന് വിളിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഫുള്ളും ഇതുപോലത്തെ സംഭവങ്ങളും ലെഫ്റ്റ് സൈഡിൽ ഫുള്ളും ചോക്ലേറ്റ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ആ ഏരിയയിലൊന്നും ഞാൻ വല്ലാതെ അങ്ങോട്ട് കറങ്ങാൻ നിൽക്കലില്ല. കാരണം എന്താ, കറങ്ങാനുള്ളത് ഇവിടെ ഉണ്ടല്ലോ. സൈഡിലേക്ക് കയറി വരുമ്പോൾ ആ പാത്രങ്ങളും മൊബൈലിന്റെ കവറും ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നാണ് നമ്മളെ ലോകം. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 5 മണിക്കൂർ എന്നെ കൊണ്ടിട്ടാലും എനിക്കതൊരു 5 മിനിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളെ കൂടെ വരുന്നവരെ ക്ഷമന്റെ നെല്ലിപ്പലക്കും കൈ പിടിച്ചിട്ടായിരിക്കും ഓര് നിൽക്കുന്നുണ്ടാവുക. എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടൈം എങ്ങനെയാ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. മേ ബി ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വെറുതെ കറങ്ങി സാധനങ്ങളെല്ലാം കണ്ടാത്തിന് എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞ ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു ഹ്യൂമൻ ബീങ് ആണ് ഞാൻ. ആർട്ടും ക്രാഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഞാൻ പെട്ടെന്ന് ഈ ബാഗിന്റെ സെക്ഷനിലേക്ക് ഒന്ന് ചാടുന്നുണ്ട്. വെറുതെ ഒരു ഷോ. ഞാൻ ഈ സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കൂടെ വന്നവർക്ക് ബോറടിക്കരുതല്ലോ. സോ ഇതാണ് ഒരു എന്റർടൈൻമെന്റ്. ടോയ്സിന്റെ സെക്ഷൻ എന്നുകൊണ്ട് വലിയൊരു സെക്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഡേ ടു ഡേയിലും ഈ ഗിഫ്റ്റ് വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടാളും നേരെ ആ ഒരു സെക്ഷനിലേക്ക് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ ഞാൻ എന്ത് നോക്കാനാ, സുഖമായില്ലേ. പിന്നെ ഓരോ പാടായിട്ടുള്ള ലെവലിലായിരിക്കും ഞാൻ നടക്കുക. ഇന്റെ പോലെ അല്ലാതെ സാധനം വാങ്ങാൻ പോവുക, അത് വാങ്ങിയിട്ട് തിരിച്ചു വരാന്നുള്ള ലെവലിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ എനിക്ക് അതങ്ങോട്ട് ഇഷ്ടമില്ല. ഓരോ റൗണ്ട് അടിക്കലും പോയി ഏരിയ തന്നെ 10 തവണ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കണം ഇവക്ക് വേറെ പണിയൊന്നുമില്ല. ആർട്ടും ക്രാഫ്റ്റൊക്കെ കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഈ ഗ്രോസറി ഏരിയയിലേക്കാണ് കേട്ടോ. കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കും. പക്ഷേ ഒന്നും നമ്മൾ വാങ്ങൂല, അതാണ് അതിൻ്റെ ഒരു രസം. ഇപ്പം അതെടുക്കുമെന്ന് അവിടുത്തെ സ്റ്റാഫുകൾ വിചാരിക്കണം. ബട്ട് ഒരു തല ഒന്ന് അപ്പുറത്തേക്ക് തിരിയുമ്പം അത് അവിടെ വെച്ചിട്ട് അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോകണം. ഒരുപാട് ഐറ്റംസ് ക്രാഫ്റ്റിനായാലും ഗ്രോസറി ആയാലും ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഡ്രസ്സാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞാൻ ഈ പ്രാവശ്യം കയറി നോക്കുന്നില്ല, കാരണം എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് താഴെ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറേ ക്യൂട്ട് ഐറ്റംസ് വേറെയും. ബട്ട് ഞാൻ ഇവിടെയൊക്കെ കുറേ തിരിഞ്ഞിട്ടും എനിക്കിവിടെ കിട്ടാതെ പോയത് കുറച്ച് ജേണൽ സെറ്റുകളും പിന്നെ ഈ കവായ് സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഇല്ലേ, അതൊന്നും ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേഷനറി ഏരിയയിലും പിന്നെ ഗ്രോസറി ഏരിയയിലൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ബാക്കി ഏരിയയും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ.